തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വന്തം ഭവനത്തിൽ സ്വീകരണം നൽകി പത്തനംതിട്ട കോഴഞ്ചേരിയിലെ പുരാതന ക്രിസ്തീയ കുടുംബം. കോഴഞ്ചേരി കാവുംപടിക്കൽ ഭവനത്തിലാണ് ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. ശനിയാഴ്ച രാത്രി 7:15 തിരുവാഭരണ ഘോഷയാത്രാ സംഘം വീട്ടുപടിക്കലെത്തി. കുടുംബാംഗങ്ങൾ തയ്യാറാക്കിയിരുന്ന പ്രത്യേക പന്തലിൽ തിരുവാഭരണ പേടകവാഹക സംഘം പേടകങ്ങൾ ഇറക്കിവെച്ചു. തിരുവാഭരണ പേടകങ്ങൾ ദർശിക്കാൻ ഇവിടെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവാഭരണ പേടകവാഹക സംഘത്തെ കുടുംബാംഗങ്ങൾ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. ഉണ്ണിയപ്പം, ചുക്കുകാപ്പി, പഴവർഗ്ഗങ്ങൾ എന്നിവ തിരുവാഭരണ പേടകവാഹക സംഘത്തിന് നൽകി. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഗൃഹനാഥൻ ജോജി കാവുംപടിക്കൽ പറഞ്ഞു. ഈ തിരുവാഭരണത്തിൻ്റെ ഘോഷയാത്ര എല്ലാ വർഷവും നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇത് നമ്മുടെ ഈ നാട്ടുകാരുടെയും ഞങ്ങളുടെ വീട്ടുകാരുടെയും എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ്. പണ്ട് മുതലേ എൻ്റെ പൂർവികർ തൊട്ട് തുടങ്ങി വെച്ചിട്ട് ഇതാണ്. അതിപ്പോഴും ഞങ്ങൾ തുടരുന്നു. പണ്ട് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ കൂട്ടി രാജകീയമായിട്ട് തന്നെ സ്വീകരിക്കത്തക്ക രീതിയിലുള്ള ഞങ്ങൾ സ്വീകരണം ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുള്ളപ്പം തൊട്ട് ഇത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ പൂർവികരായിട്ട് തുടങ്ങി വെച്ചതായിരിക്കാം. എന്നാലും എനിക്ക് ഓർമ്മയുള്ളപ്പം തൊട്ട് ഇത് തുടങ്ങുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ രംഗനാഥൻ ഞാനാണ്. ഇപ്പം ഞാനും ഇത് തുടരുകയാണ്. ഇത് ഞങ്ങളൊരു ക്രിസ്ത്യാനികളാണ്. എന്നാലും അയ്യപ്പൻ്റെ ജാതിയും മതവും ഒന്നുമില്ലല്ലോ. എല്ലാവരും ഒരു കണക്കാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകത്തക്ക രീതിയിലാണ് ഞങ്ങൾ ഈ ഘോഷയാത്ര ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഗുരുസ്വാമിയെ പൊന്നാടയിട്ട് കുടുംബാംഗം ആദരിച്ചു. മുണ്ടും ദക്ഷിണയും നൽകി. കാലിൽ തൊട്ട് അനുഗ്രഹവും വാങ്ങി. സ്വന്തം വീട്ടുമുറ്റത്ത് തിരുവാഭരണങ്ങൾ ഇറക്കിവെക്കുന്നതും ഭക്തർ അത് ദർശിക്കാൻ എത്തുന്നതും തങ്ങളുടെ പുണ്യമാണെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. പിതാക്കന്മാരുടെ കാലം മുതൽ തുടർന്നു വരുന്ന ആചാരം തലമുറകൾ ഉള്ളിടത്തോളം കാലം തുടരും. അരമണിക്കൂർ ഈ ഭവനത്തിൽ വിശ്രമിച്ച ശേഷമാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനം ലക്ഷ്യമാക്കി തുടർന്നത്. ടീം റിപ്പോർട്ടർ, പത്തനംതിട്ട.